ഇവിടെ പ്രേക്ഷകരെ, ഓപ്പറേഷൻ തൂഫാൻ സൂപ്പർ ഹിറ്റാണ് കേട്ടോ. ഓപ്പറേഷൻ തൂഫാനിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 1-2 അല്ല, 3910 കേസുകളാണ്. 4000 ആവാൻ 90 കേസ് മതി. 4201 പേരെ അറസ്റ്റ് ചെയ്തു. എത്ര കിലോ MDMA പിടിച്ചെടുത്തതറിയാമോ? 1.9 കിലോ MDMA, കോടികൾ വില വരും. 339 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 131 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. തൂഫാന് നേതൃത്വം നൽകുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നമുക്കൊപ്പം തലസമയം ചേരുന്നു. വെരി ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ രമേശ് ചെന്നിത്തല. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ഒരർത്ഥത്തിൽ സൂപ്പർ ഹിറ്റാണ്, മറ്റൊരർത്ഥത്തിൽ എത്രമേൽ ആഴത്തിലുള്ളതാണ് ഈ ലഹരിയുടെ വേരുകൾ എന്നുള്ളത് നമ്മളെ അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നു ഈ കണക്കുകൾ, അല്ലേ മിനിസ്റ്റർ? തീർച്ചയായിട്ടും ലഹരിയുടെ വേരുകൾ ഇത്ര വലുതാണ്, ഇത്ര താഴോട്ട് പോയിട്ടുണ്ട് എന്നിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഈ ഓപ്പറേഷൻ തൂഫാൻ നർക്കോ ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അങ്ങയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരള പോലീസ് ഇന്ന് മൊത്തം 3258 ബോധവൽക്കരണ ക്ലാസുകളും 224 കൗൺസിലിങ്ങും 15 പേരെ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് അയക്കുകയുണ്ടായി. കൂടാതെ നമ്മുടെ SPC 755 പരിപാടികൾ ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് 766 പ്രോഗ്രാമുകൾ നടത്തിയിട്ടുള്ളതാണ്. ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് ഇതുവരെ 3790 കേസുകളും 4070 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് 32 കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുകളും 131 ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് കേരളത്തിന്റെ മണ്ണിൽ ഓപ്പറേഷൻ തുഫാന് ലഭിക്കുന്നത് എന്ന് ശ്രീ അരുണിനെ അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മിനിസ്റ്റർ, പലതരത്തിലാണ് ഈ ലഹരിയുടെ വ്യാപനം. മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിക്കുമ്പോൾ അതൊരു ദിവസം പെട്ടെന്ന് മിനിസ്റ്റർ അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്തും തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പും രമേശ് ചെന്നിത്തല ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് അന്ന് സജീവമായിരുന്നു. നമ്മളടക്കം അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നതുമാണ്. എന്നാൽ ഇപ്പോൾ അങ്ങ് മന്ത്രിയായതിനു ശേഷം 1 മാസം തികയുമ്പോൾ അങ്ങേക്ക് ബോധ്യമാകുന്നത് എന്താണ്? എവിടെ വെച്ചാണ് നമുക്കിത് അവസാനിപ്പിക്കാൻ കഴിയുക? ഇത് അവസാനിപ്പിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഇപ്പോഴുണ്ടോ അങ്ങേക്ക്? അവസാനിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. അതിന് പോലീസ് മാത്രം വിചാരിച്ചാൽ അത് കഴിയില്ല. നമ്മളെല്ലാവരും അതിനോടൊപ്പം ചേരണം. ഇന്നലെ നടന്നൊരു സംഭവം ഞാൻ അരുണിന്റെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഓപ്പറേഷൻ തുഫാന്റെ നർക്കോ ഹണ്ടിന്റെ ഭാഗമായി കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് നടത്തിയ റെയ്ഡിൽ ഒരു പുകയില ഉൽപ്പന്ന കേന്ദ്രം കണ്ടുപിടിച്ച ഒരു ഫാക്ടറി, ആയിരക്കണക്കിന് കുട്ടികൾക്ക് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മിഠായികൾ വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഒരു ഫാക്ടറി പ്രവർത്തിക്കുകയാണ്. വേറെ പേര് ഞാൻ പറയുന്നില്ല, ബോർഡ് വെച്ച് പ്രവർത്തിക്കുന്ന ആ ഫാക്ടറിക്കകത്ത് ലക്ഷക്കണക്കിന് മിഠായികളാണ്, ലഹരി മിഠായികൾ തയ്യാറാക്കും. വാസ്തവത്തിൽ അത് കേട്ട് ഞാൻ സ്തംഭിച്ചു പോയി. നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിഷ മിഠായികൾ കൊടുത്ത് അവരെ വലയിലാക്കാൻ ശ്രമിക്കുന്ന ഈ കശ്മലന്മാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും കാപ്പ ഉൾപ്പെടെയുള്ള ചുമത്തുകയും അവരുടെ സ്വത്തുക്കൾ കണ്ടെത്തുകയും ചെയ്യുന്ന ശക്തമായ നടപടിയുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. മിനിസ്റ്റർ, ഒരു ഭാഗത്ത് ഈ ഗുണ്ടകൾക്ക് നേരെ അല്ലെങ്കിൽ ഗുണ്ടകളുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ ചിലരെയെങ്കിലും നമുക്ക് കാപ്പ ചുമത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഈ തൂഫാനിലൂടെ നിരന്തരം കേസിൽ പ്രതിയാകുന്നവരെ കാപ്പ ചുമത്തി പുറം ലോകം കാണാത്ത വിധം അവരെ ഉള്ളിൽ അടയ്ക്കാനുള്ള സംവിധാനം അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ മിനിസ്റ്റർ? അല്ല, അങ്ങനെ ഉണ്ടല്ലോ, അതുകൂടെ ചെയ്യാൻ പോവാണ്. ഈ ഇത്തരം നിരന്തരമായി ഗുണ്ടാ പ്രവർത്തനം നടത്തുകയും ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഏജന്റായി മാറുകയും ചെയ്യുന്ന ആളുകളുടെ പേരിൽ കാപ്പ ചുമത്തും. അവരുടെ സ്വത്തുക്കൾ കണ്ടെത്താൻ നടപടി ഉണ്ടാകും. അവരെ നിയമത്തിന്റെ പിടിയിൽ കൊണ്ടുവരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഗുണ്ടയാണെങ്കിലും അല്ലെങ്കിലും അവരിതൊക്കെ നിർത്തണം, ഇത് അവസാനിപ്പിക്കണം. അവരെ ജനങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരണം. ഈ പരിപാടി കേരളത്തിൽ നടക്കില്ല. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അരുൺ പോലീസ് കാണിക്കില്ല
എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങളുടെ പിന്തുണ ഈ പ്രസ്ഥാനത്ത് ഓപ്പറേഷൻ തുഫാനുണ്ട്. ഓക്കെ, ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. ജനങ്ങളുടെ ഒരു ജനകീയ പിന്തുണ ഈ ഓപ്പറേഷൻ തുഫാന് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ നാട്ടിൽ ഒരുപാട് യുവജന സംഘടനകളും ക്ലബ്ബുകളും ഒക്കെ ഉണ്ട്. ഈ ഘട്ടത്തിൽ അങ്ങ് അവരോടുകൂടി രംഗത്തിറങ്ങാൻ പറയുമോ? കാരണം പോലീസ് വിചാരിച്ചാലോ എക്സൈസ് വിചാരിച്ചാലോ നമുക്കൊരു തുമ്പോ മറ്റോ ഒക്കെ കിട്ടും. ചിലപ്പോൾ കുറച്ച് പേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരും. പക്ഷേ അതിൻ്റെ അടിവേരിറക്കണമെങ്കിൽ, ഈ സ്കൂളുകളിന് സമീപത്തുള്ള ഈ ഇടങ്ങൾ കാണിച്ചു തരണമെങ്കിൽ ഈ ചെറുപ്പക്കാരിറങ്ങണ്ടേ? ഈ ചെറുപ്പക്കാരിറങ്ങാൻ അങ്ങ് ആഹ്വാനം ചെയ്യില്ലേ? 17,000-ഓളം സ്കൂളുകളിൽ ഇന്നലെയും ഇന്നും നാളെയുമായി പ്രതിജ്ഞയെടുക്കുകയാണ് കുട്ടികൾ. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്, NCC തുടങ്ങിയിട്ടുള്ള എല്ലാ കുട്ടികളുടെ കൂട്ടങ്ങളെയും ഇതിനുവേണ്ടി വിനിയോഗിക്കുകയാണ്. മാത്രമല്ല കലാസാംസ്കാരിക സംഘടനകൾ, ക്ലബ്ബുകൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, വായനശാലകൾ എല്ലാവരും ഇതിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കേരളത്തിലെ അമ്മമാരാണ് ഇതിൻ്റെ മുന്നിൽ നിന്നിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ അവർക്കറിയാം. അവരാണ് ഓപ്പറേഷൻ തുഫാൻ ഏറ്റവും വലിയ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ യുവജന സംഘടനകളുടെ യോഗം വിളിക്കുന്നുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിക്കുന്നുണ്ട്. അവരുടെ എല്ലാം പിന്തുണ നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകണം. കേരളത്തിൽ നിന്ന് ഈ മഹാവിപത്തിനെ ഓടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. രമേശ് ചെന്നിത്തല, അങ്ങ് മിനിസ്റ്റർ ആവുന്നതിന് മുൻപും അങ്ങയുടെ ഈ രാഷ്ട്രീയ ജീവിതവും ഒക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ നല്ല തിരക്കുള്ള ഒരു നേതാവായിരുന്നല്ലോ. ഈ ഇത്തരം ലഹരിയിൽ പെടാതെ മറ്റെന്തായിരുന്നു അങ്ങയുടെ ഒരു ലഹരി? ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളടക്കമുള്ളവർക്ക് അങ്ങും ഒരു ഇൻസ്പിറേഷൻ ആണല്ലോ. അത് ഞങ്ങളൊക്കെ അന്ന് ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകുമായിരുന്നു, കബഡി കളിക്കാൻ പോകുമായിരുന്നു. അതോടൊപ്പം തന്നെ പിന്നെ ലൈബ്രറിയിൽ അച്ഛൻ ലൈബ്രറിയിൽ കൊണ്ടുവിടുമായിരുന്നു പുസ്തകം വായിക്കാൻ. അവിടെ നിന്ന് പുസ്തകം വായിക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ രാത്രിയിലൊക്കെ ഡിക്റ്റേറ്റീവ് നോവൽ വായിച്ച് പേടിച്ച കാലമുണ്ട് എൻ്റെ മനസ്സിൽ. അപ്പം അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുക, കലാപരിപാടി പങ്കെടുക്കുക, നാടകങ്ങളിൽ പങ്കെടുക്കുക, ഇതൊക്കെയായിരുന്നു നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊന്നും നമുക്ക് ഈ ലഹരി എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അതിലൊന്നും ഒരിക്കലും പങ്കാളികളാകാൻ നമ്മളാരും മുന്നോട്ട് വന്നിട്ടുമില്ല. കാരണം നമ്മൾ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാണ്. പ്രത്യേകിച്ച് സ്പോർട്സാണ് ഈ കാര്യത്തിൽ ഏറ്റവും ഫലപ്രദമായി നമുക്ക് കുട്ടികളുടെ പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ ഓപ്പറേഷൻ തുഫാന് അടുത്തൊരു ഘട്ടം ഉണ്ടാകുമോ? ഇത് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചതിലും വലിയ രീതിയിലാണ് നമുക്കത് മുന്നേറാൻ സാധിച്ചത്. ഞാനിപ്പോൾ ഇതിൻ്റെ കണക്കുകൾ പറയുകയായിരുന്നു. അതിനൊരു ജനകീയ പങ്കാളിത്തം കിട്ടി. ഇപ്പോൾ തൂഫാൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും, ദ നാർക്കോ ഹണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തി. എല്ലാ മാധ്യമങ്ങളുടെയും പൂർണ്ണ പിന്തുണ അങ്ങേക്കുണ്ട്. ഈ സർക്കാർ വന്നതിനു ശേഷം നടപ്പിലാക്കിയ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏറ്റെടുത്ത പരിപാടിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ മിനിസ്റ്റർ? രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടാം ഘട്ടം നടക്കുകയാണ്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും, എല്ലാ ക്ലബ്ബുകളിലും, സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലും, മതസംഘടനകളും ഇന്നിപ്പോൾ രംഗത്തിറങ്ങുകയാണ്. എല്ലാവരും രംഗത്തിറങ്ങി ഇതിനുള്ള ബോധവൽക്കരണം, പിന്നെ ഇതിൻ്റെ വേരുകൾ കണ്ടെത്താനുള്ള ശ്രമം. ഞങ്ങൾ ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആർക്കും അറിയിക്കാം. പണ്ടൊക്കെ ഈ ഗുണ്ടകളെ പേടിയായിരുന്നു, ഇപ്പം ഗുണ്ടകൾക്ക് ജനങ്ങളെ പേടിയാണ്, പോലീസിനെ പേടിയാണ്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിനാണ് രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടമാണ് രണ്ടിനോടൊപ്പം തന്നെയാണ് റീഹാബിലിറ്റേഷൻ. നിരവധി ആളുകളെ നമ്മൾ ഈ ഡി അഡിക്ഷൻ സെൻ്ററുകളിലേക്ക് വിടുന്നു, അവരെ സംരക്ഷിക്കുന്നു, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. വളരെ ഫലപ്രദമായ സംവിധാനങ്ങളാണ് ഇതിനു വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ഞാൻ നമ്മുടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയാണ് ആദ്യം മുന്നോട്ട് വന്നത്. 90 വർഷമായി പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് ആദ്യം തൂഫാൻ കെയർ ഇനോഗ്രേറ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ സൈക്കാട്രിസ്റ്റുകളെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും അവർ പോയി ക്ലാസ് എടുക്കുക, കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ നാട്ടുപുറത്ത് ഇപ്പോൾ ധാരാളം സൈക്കാട്രിസ്റ്റുകളുണ്ട്. അങ്ങനെയുള്ള സേവനം കൂടി നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു വിപുലമായ പദ്ധതിയാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ ഇടുന്നത്. ഇപ്പം തന്നെ കർണാടകം, തമിഴ്നാട്, തെലങ്കാന ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് നമ്മുടെ മുഖ്യമന്ത്രി കത്തയച്ചു. ഈ കേരളത്തിലെ 4 അതിരുകളും പോലീസിന്റെ കണ്ണിലാണ്, സർവേലൻസിലാണ്, ഇത് കടന്നു വരാതിരിക്കാൻ വേണ്ടി. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്.
ഓക്കെ, മിനിസ്റ്റർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മൾ ഒരു ഭാഗത്ത് ഓപ്പറേഷൻ തൂഫാനുമായിട്ട് ശക്തമായ ജനകീയ പിന്തുണ ആർജിച്ച് മുന്നോട്ട് പോകുന്നു, മറുഭാഗത്ത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ അലോസരപ്പെടുത്തുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അത് ഈ സമയത്ത് വേണമായിരുന്നു എന്ന് അങ്ങേക്കൊരു അഭിപ്രായമുണ്ടോ ആ ചർച്ചകൾ? അല്ല, ഇതിനകത്ത് കോൺഗ്രസിനൊരു നയമുണ്ടല്ലോ, AP ഉദയമാന കമ്മിറ്റിയുടെ നയം. അത് ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ വ്യാപനവും ഉപയോഗവും കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏതായാലും ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട കാര്യം UDF ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാവും, അല്ലാതെ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ചർച്ച ചെയ്യട്ടെ, ചർച്ച ചെയ്ത് നമുക്കൊരു തീരുമാനം എടുക്കാം. ഓക്കെ മിനിസ്റ്റർ, അപ്പം സജീവമായി മുന്നോട്ട് പോവുക. പൂർണ്ണ പിന്തുണയുണ്ട് ഓപ്പറേഷൻ തൂഫാന്. നമ്മളും ലഹരിയും വേണ്ട, ലഹളയും. ഒരു കാര്യം കൂടി മിസ്റ്റർ ഡോക്ടർ അരുൺ പറഞ്ഞോളൂ മിനിസ്റ്റർ. ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങേ ഒരു തുഫാൻ വാരിയറായി വെർച്വലായി പ്രഖ്യാപിക്കുകയാണ്. ഡോക്ടർ അരുൺ ഈസ് എ തൂഫാൻ വാരിയർ എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. 100% അങ്ങയുടെയും റിപ്പോർട്ടർ ചാനലിന്റെയും പൂർണ്ണ സഹകരണം അഭ്യർത്ഥിക്കുന്നു. 100% ഓപ്പറേഷൻ തൂഫാൻ വാരിയേഴ്സ് ആയിട്ട് നമുക്ക് കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെയും, ഞാനും ചെറുപ്പമാണ്, അങ്ങും ചെറുപ്പമാണ്, അപ്പോൾ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരും സജീവമായി ഈ തൂഫാൻ വാരിയേഴ്സ് ആയിട്ട് രംഗത്ത് വരും എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ആ പദവി ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങ് നൽകിയ പദവി ഞാനടക്കമുള്ള നമ്മുടെ ഈ മാധ്യമ സംഘത്തിലെ മുഴുവൻ ആളുകളും അത് ഏറ്റെടുക്കുന്നു. ഓരോരുത്തരും അങ്ങ് പറഞ്ഞതുപോലെ തൂഫാൻ വാരിയറായി തീരട്ടെ. താങ്ക് യു ശ്രീ രമേശ് ചെന്നിത്തല. ഗംഭീരമായി തന്നെ അത് മുന്നോട്ട് പോവട്ടെ. ഇപ്പോൾ ഒരൊറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോളാം. കാര്യം താമരശ്ശേരിയിലെ ആ കുട്ടിയുടെ ഈ ബോട്ടിൽ, വാട്ടർ ബോട്ടിലിൽ വ്യാജ ചാരായം കൊണ്ടുവന്നൊരു വാർത്ത അങ്ങ് കേട്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അന്ന് വാട്ടർ ബോട്ടിലിൽ വെള്ളം കൊണ്ടുപോകുമ്പോൾ നാരകത്തിൻ്റെ ഇലയാണ് കൂടുതൽ മുറിച്ചിടുക. പക്ഷേ ഇത് ഞെട്ടിപ്പോയി. 10ാം ക്ലാസ്സുകാരനാണ് അത് കൊടുത്തു വിട്ടിരിക്കുന്നത്, 2 അച്ഛനുമാണ്. ആ സ്കൂളിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മറ്റൊരു ക്രൈമിൽ ആ സ്കൂളിലെ ചില വിദ്യാർത്ഥികൾ നേരത്തെ പെട്ടിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് കൂടുതൽ ജാഗ്രത വേണം എന്നുള്ളതല്ലേ ഓർമ്മപ്പെടുത്തുന്നത് മിനിസ്റ്റർ? തീർച്ചയായിട്ടും ജാഗ്രത വേണം. ഇതിനകത്ത് ഒരു വലിയ പ്രശ്നമുള്ളത്, നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു, കുട്ടികളുടെ ബാഗ് അധ്യാപകർ പരിശോധിക്കരുത്. അല്ലെ, അതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. കാരണം എന്തറിയോ, ഈ ബാഗിനകത്ത് എന്താണെന്ന് അധ്യാപകരൊന്ന് പരിശോധിക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്? എന്താ തെറ്റ്? വാട്ടർ ബോട്ടിൽ എന്താണെന്ന് പരിശോധിക്കുന്നതിന് എന്താ തെറ്റ്? അപ്പോൾ അനാവശ്യമായ ഇത്തരം നിയന്ത്രണങ്ങൾ നമുക്ക് എടുത്തു കളയേണ്ടി വരും. കൊച്ചു കുട്ടികൾ വരുമ്പോൾ അവരുടെ ബാഗിൽ എന്താണ്, വാട്ടർ ബോട്ടിൽ എന്താണ് എന്ന് അവിടുത്തെ അധ്യാപകർ പരിശോധിച്ചാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുമോ? അപ്പൊ ഇത്തരം തെറ്റായ നീക്കങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. താമരശ്ശേരിയിലെ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. ആ കുട്ടിയെ നശിപ്പിക്കാൻ 2ാം ലക്ഷം നടത്തിയ ശ്രമമാണ്. അപ്പൊ ഇതെല്ലാം അധ്യാപകർ ശ്രദ്ധിക്കണം, പൊതുസമൂഹം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. ഒരു മുത്തച്ഛൻ്റെ കരുതലോടുകൂടിയാണ് നമ്മളോടൊപ്പം മിനിസ്റ്റർ സംസാരിച്ചത്. അത് പ്രേക്ഷകർ കൂടി മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അത് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും മാത്രം ഔദ്യോഗിക ഉത്തരവാദിത്വമല്ല, നമുക്കത് ഒരുമിച്ച് ഏറ്റെടുക്കാം. താങ്ക് യു മിനിസ്റ്റർ രമേശ് ചെന്നിത്തല നമുക്കൊപ്പം അല്പസമയം ചെലവഴിച്ചതിന് ഈ ലഹരി വിരുദ്ധ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, I am proud to be an Operation Tufan Warrior. പ്രിയപ്പെട്ട പ്രേക്ഷകരും അങ്ങനെ തന്നെ പ്രഖ്യാപിച്ചോളൂ. ഇത് മിനിസ്റ്റർ എൻ്റെ പേര് പറഞ്ഞെങ്കിലും ഇത് കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരോടുമുള്ള ആഹ്വാനമായിട്ട് ചെറുപ്പക്കാർ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓപ്പറേഷൻ തൂഫാനൊപ്പം റിപ്പോർട്ടറും അണിചേരുന്നുണ്ട്. റിപ്പോർട്ടറിൻ്റെ വാട്സപ്പ് നമ്പറിൽ വിവരങ്ങൾ അറിയിക്കാം. ലഹരി ഉപയോഗമോ വിൽപ്പനയോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ നമ്പർ ഒന്ന് കുറിച്ച് വെച്ചോളൂ: 9544859000.